We have to learn how to communicate with our employees. സ്റ്റാഫിനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നറിയണം. സോ അതിനു മുന്നേ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നറിയണം. എന്താണ് കമ്മ്യൂണിക്കേഷൻ? എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എ മെസ്സേജ്. ഐ ഹാവ് എ മെസ്സേജ് ഫോർ യു. ഒരു മെസ്സേജ് ഉണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ. നമ്മളുടെ വിചാരം ഈ മെസ്സേജ് പറയുക അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നതോടുകൂടി കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു എന്നാണ് നമ്മളുടെ വിചാരം. എന്താണ്? ഒരു മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ എൻ്റെ പണി തീർന്നു, ഐ ഹാവ് കമ്മ്യൂണിക്കേറ്റഡ്, ഞാൻ അവരോട് അത് പറഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നോ. കമ്മ്യൂണിക്കേഷൻ ഈസ് ആക്ച്വലി ഹാവിങ് 3 ഇമ്പോർട്ടൻറ്റ് പാർട്സ്. 3 പാർട്ട് ചേരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറയാനുള്ള മെസ്സേജ് അയക്കുന്നത് പാർട്ട് 1, ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി 2 പാർട്ടും കൂടെ ഉണ്ട്. പാർട്ട് 2 എന്താണെന്നറിയോ? മെസ്സേജ് റിസീവ്ഡ്. ഒന്നെന്താ? മെസ്സേജ് സെൻഡ്, ഞാൻ അയച്ച മെസ്സേജ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മെസ്സേജ്, ഞാൻ അങ്ങോട്ട് പറഞ്ഞ കാര്യം. 2 മെസ്സേജ് റിസീവ്ഡ്, അവർക്ക് അത് മനസ്സിലായ രീതി. 3 പാർട്ട് 3 മെസ്സേജ് ആക്റ്റഡ് അപ്പോൺ, വിച്ച് മീൻസ് ആക്ഷൻ എടുത്തത്. ഞാൻ ആ പറഞ്ഞ കാര്യം അവിടെ എങ്ങനെ ചെയ്തു. ആസ് എ ലീഡർ ഐ സ്റ്റാർട്ട് ട്രസ്റ്റിംഗ് ദാറ്റ് പേഴ്സൺസ് വർക്ക്. അവൻ്റെ വർക്കിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അവനെ ഏൽപ്പിച്ചാൽ അത് നടന്നോളും, പിന്നെ ആ സൈഡിലോട്ട് നോക്കണ്ട എന്ന ഒരു ലെവലിലേക്ക് നമ്മളെത്തും. അതിൻ്റെ പേരാണ് എംപവർ. അങ്ങനെ അവനെ വിശ്വസിക്കാൻ പറ്റുമ്പോൾ, എംപവർ ചെയ്യാൻ പറ്റുമ്പോൾ വി ക്യാൻ ഗിവ് ദം മോർ റെസ്പോൺസിബിലിറ്റി. നമ്മൾ കസ്റ്റമർക്ക് ഡെമോ കൊടുക്കാറില്ലേ, അതുപോലെ നമ്മളുടെ സ്റ്റാഫ് നമുക്ക് ഡെമോ ചെയ്ത് തരണം. എന്ത്? ദാറ്റ് വി ക്യാൻ ട്രസ്റ്റ് ദം. അവനെ വിശ്വസിക്കാവുന്നും അവൻ്റെ വർക്കിനെ നമുക്ക് വിശ്വസിപ്പിക്കാവുന്നും അവൻ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിവുള്ളവനാണെന്നും അവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് സാലറി ഹൈക്കും കൊടുത്ത് സ്ഥാനക്കയറ്റവും കൊടുത്ത് കയറ്റി വിടാൻ പറ്റൂ. സോ ഇന്നു മുതൽ ടീമിൻ്റെ വർക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫോൾട്ട് കണ്ടെത്താൻ വേണ്ടി ആവരുത്, അവർക്കങ്ങനെ തോന്നരുത്. മറിച്ച് എംപവർ, അവരെ കൂടുതൽ മികച്ച പെർഫോമേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അവർക്ക് മനസ്സിലാവും. ടാലൻറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? ഇൻസ്പെക്ഷനിൽ കൂടി അവൻ്റെ വർക്കിൽ കൂടുതൽ പെർഫോം ചെയ്യാനായിട്ട് അവനെ കേപ്പബിൾ ആക്കി മാറ്റുന്നു. അവൻ ഫർദർ വന്നിട്ട് അവന് താഴെയുള്ളവരുടെ വർക്ക് ചെക്ക് ചെയ്യുന്ന കൾച്ചറും അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് വലിച്ച് കയറ്റുന്ന സ്ട്രക്ചറിലേക്ക് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ വിൽ ബിക്കം എ ഫാക്ടറി വെയർ ടാലൻറ്റ്സ് ആർ ബോൺ. ടാലൻറ്റുകൾ ജനിക്കുന്ന ഫാക്ടറി ആയിട്ട് മാറണം നമ്മുടെ സ്ഥാപനം. നമ്മളുടെ അടുത്ത് വർക്ക് ചെയ്ത ഒരു എംപ്ലോയിയെ മറ്റൊരുത്തനെ ഹയർ ചെയ്യാൻ ധൈര്യമായിരിക്കണം. ബി വെരി സ്ട്രിക്റ്റ് ഇൻ ബിസിനസ്. ബി വെരി സ്ട്രിക്റ്റ്. കണ്ണടച്ച് വിടരുത്, കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കരുത്. ഒരു ദിവസം അത് നിങ്ങളെ വിഴുങ്ങും. ഈ എഫക്റ്റിനെല്ലാം കാരണം ദർ ഈസ് എ റീസൺ, ദർ ഈസ് എ റൂട്ട്. ഈ ഫ്രൂട്ട്, ഇതൊക്കെ കാണുന്ന ഫ്രൂട്ടാണ്, ഇതിനൊക്കെ ഒരു റൂട്ടുണ്ട്, ഒരു വേര്. എന്താണ് ആ വേര്? യുവർ ഇൻഎഫിഷ്യൻസി ഇൻ പീപ്പിൾ മാനേജ്മെന്റ്. ഡു യു അഗ്രി? ദേ വിൽ ഷഫിൾ. കളിച്ചവരെ നിലനിർത്തും, കളിക്കാത്തവന്മാരെ പുറത്ത്. ഇന്ത്യൻ ക്യാപ്റ്റനെ വരെ ലാസ്റ്റ് മാച്ചിൽ പുറത്തിരുത്തി. വൈ? ഈസ് നോട്ട് പെർഫോമിങ്. സീസണലായിരിക്കണം നമ്മൾ. ഓസ്ട്രേലിയൻ കളിക്ക് പോകുന്നു, ഓസ്ട്രേലിയയെ കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടീമിനെ ഉണ്ടാക്കിക്കൊണ്ടാണ് പോയത്. ഇതേ ടീമുമായിട്ടല്ല ശ്രീലങ്കയിൽ പോകാൻ പോകുന്നത്. ഓസ്ട്രേലിയ പോയപ്പം പേസ് ബോളേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ ശ്രീലങ്കയിൽ പോകുമ്പോൾ സ്പിന്നേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പോകും. സ്പിന്നിൽ കളിക്കാൻ അറിയാവുന്ന ബാറ്റ്സ്മാൻമാരെ കൂടുതൽ കൊണ്ടുപോകും ആ ടീമിൽ. പക്ഷെ നമ്മൾ മാത്രം എന്താ എന്നും ഒരേ ടീമിനെ തന്നെ എല്ലായിടവും കളിക്കാൻ പോകുന്നത്? എങ്ങനെ വിജയിക്കും ടൂർണമെൻറ്റ്? ഒരു കളി ജയിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, ഒരു ടൂർണമെൻറ്റ് ജയിക്കുക എന്നുള്ളതായിരിക്കണം. സോ ബി ലൈക്ക് അവർ ഇന്ത്യൻ ടീം. ഒരു ടീം പോലെ, ഒരു മാച്ച് കളിക്കുന്ന പോലെ അങ്ങനെ വേണം ടീമിനെ സെലക്ട് ചെയ്യാൻ. ആസ് ഓഫ് യു ആൻഡ് മീ, നീയും ഞാനും മണ്ടനായി അഭിനയിക്കുന്നു, അതാണ് അസ്യൂം. കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ അസംഷൻ ആയിരിക്കും നടക്കുന്നത്. ആസ് ഓഫ് യു ആൻഡ് മീ.
ഈ ഒരൊറ്റ ചെറിയ ഹാബിറ്റ് മതി. കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഇതാണ്ട് വലിയ കാര്യമാണോ, ബട്ട് കമ്പനിക്കകത്ത് ഒരുപാട് ഡൂ ഓവേഴ്സ്, എഴുതിക്കോ, ഡൂ ഓവേഴ്സ്. എന്താ ഡൂ ഓവേഴ്സ്? റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് ഡൂ ഓവേഴ്സ് കുറയ്ക്കാൻ സഹായിക്കും. ആൻഡ് മേക്ക് ഇറ്റ് എ കൾച്ചർ. നമ്മൾ മാത്രമല്ല, നമ്മളുടെ മാനേജേഴ്സും അവരുടെ താഴെയുള്ളവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാക്കണം. നമ്മുടെ ടീമും ഇത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലുള്ള റിസൾട്ട് അമേസിങ് ആയിരിക്കും. അല്ലാതെ അങ്ങോട്ട് ഓടിച്ചെന്ന് 1 ബോംബ് 2 ബോംബ് 3 ബോംബ് ഇട്ടിട്ട് പോവല്ല ചെയ്യേണ്ടത്. നമ്മുടെ വിചാരം ഈ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ പൊട്ടി എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ആവുമെന്നാണ്. നോ. നിങ്ങളുടെ സ്ഥാപനത്തിലെ ഒരൊറ്റ സ്റ്റാഫ് മീറ്റിംഗ്, നിങ്ങൾ നയിക്കുന്ന ഒരൊറ്റ മീറ്റിംഗ് 10 മിനിറ്റ് വന്നു, ആ 10 മിനിറ്റ് മീറ്റിംഗ് കണ്ടാൽ മതി, നമുക്ക് മനസ്സിലാകും അവിടുത്തെ കൾച്ചർ എന്താണെന്നും അവിടെ എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്നും ഈ കമ്പനി എവിടെ വരെ വളരുമെന്നും ഇതിപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും എല്ലാം ആ 10 മിനിറ്റ് മീറ്റിങ്ങിൽ നിന്ന് മനസ്സിലാവും. നിങ്ങളുടെ സ്ഥാപനത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും മനസ്സിലാവും നിങ്ങൾ നയിക്കുന്ന നിങ്ങളുടെ ടീമിൻ്റെ 10 മിനിറ്റുള്ള ഒരു മീറ്റിംഗ് മാത്രം ഒബ്സർവ് ചെയ്താൽ മതി. മിണ്ടാതെ വന്ന് കയ്യും കെട്ടി നോക്കിയിരുന്നാൽ മതി. നിങ്ങൾ എവിടെ തുടങ്ങുന്നു, നിങ്ങൾ എന്തൊക്കെ പറയുന്നു, അവരെങ്ങനെ ഇരിക്കുന്നു, അവരെങ്ങനെ കേൾക്കുന്നു, ഒരു പ്രശ്നം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവരെ എങ്ങനെ എൻകറേജ് ചെയ്യുന്നു, എങ്ങനെ ഇൻവോൾവ് ആക്കുന്നു, ഇത് മാത്രം കണ്ടാൽ മതി നിങ്ങളുടെ സ്ഥാപനം എവിടെ നിൽക്കുന്നു എന്നറിയാൻ. ഹൗ യു സ്റ്റാർട്ടഡ്, ഹൗ യു എൻകറേജ്, ഹൗ യു ഇൻട്രപ്റ്റ് ആൻഡ് ഹൗ യു എൻഡഡ് ദാറ്റ് മീറ്റിംഗ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് ഒരൊറ്റ മീറ്റിങ്ങിൽ നിന്ന് നിങ്ങളുടെ ടീമിനെ കുറിച്ചും നിങ്ങളുടെ സ്റ്റാറ്റസിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കൾച്ചറിനെ കുറിച്ചും മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ ഏതൊരാളിനും സാധിക്കും. എന്തിലും നമ്മൾ പോയൊരു എഗ്രിമെൻ്റ് ഒപ്പിടുന്നുണ്ട്. കാരണം എന്താ? മറ്റേതൊക്കെ വെറും എക്സ്പെക്റ്റേഷൻസ് മാത്രം. എങ്കിൽ നമ്മുടെ ബിസിനസ്സിലും നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യണം? എവരിതിങ് ഷുഡ് ബി ഡോക്യുമെൻറ്റഡ്. എംപ്ലോയീസിനെ എടുക്കുന്നുണ്ടോ? എഗ്രിമെൻ്റ് വെയ്. അത് ഒപ്പിടാൻ തയ്യാറുള്ളവനുമായിട്ട് മാത്രം അവനെ ജോലിക്ക് എടുത്താൽ മതിയെന്ന്. ഞാൻ ഇന്ന സ്ഥാപനത്തിൽ ഇന്ന പൊസിഷനിലേക്ക് ജോയിൻ ചെയ്യുന്നു, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് ഇതിനാൽ ഞാൻ വാക്ക് തരുന്നു എന്ന് പറഞ്ഞ് ഒപ്പിടിപ്പിക്കും. ഇവനൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇവൻ പെർഫോം ചെയ്യാത്തപ്പോൾ നമ്മൾ ഈ എഗ്രിമെൻ്റ് എടുത്ത് വെക്കും. മോനെ, ഇതാണ് നീ എഗ്രി ചെയ്തിരിക്കുന്നത്, ഇതാണ് നിൻ്റെ ഇപ്പോഴത്തെ ആക്ച്വൽ പെർഫോമൻസ്, ഇനി നീ പറ ഞാൻ എന്ത് ചെയ്യണം. നമ്മളല്ല അവനെ ഫയർ ചെയ്യുന്നത്, എഗ്രിമെൻ്റ് അവനെ ഫയർ ചെയ്തോളൂ. അവനും പറയാം, സാറേ ഇതാണ് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്, ഞാൻ ഇതും ചെയ്യുന്നുണ്ട്, താണ്ട് ഇതും ചെയ്യുന്നുണ്ട്, പറ സാറേ, ഒന്നുകിൽ എനിക്ക് അപ്രൈസൽ തരണം, ഇല്ലെങ്കിൽ എനിക്ക് സാലറി കൂടുതൽ തരണം, ഇല്ലെങ്കിൽ ഞാൻ വേറെ നല്ല ജോലി നോക്കും. അവനും ഗുണം അത്. ഇത് പറഞ്ഞത് അവനും കൂടെ ഗുണമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വേണം എഗ്രിമെൻ്റ് വെക്കാൻ. സോ ഇന്നു മുതൽ പ്ലീസ് ഡോണ്ട് ട്രസ്റ്റ് പീപ്പിൾ. 3 സ്ട്രൈക്ക് ഔട്ട് റൂൾസ്. ഒരുത്തനെ പുറത്താക്കുന്നതിന് മുന്നേ 3 റൂൾസ്, 3 സ്ട്രൈക്ക് ഔട്ട് ഉണ്ട്. ഒന്ന്, വെർബൽ വാണിംഗ്. ഇതാണ് നീ അഗ്രി ചെയ്തിരിക്കുന്നത്, ഇതാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവനെ വിളിച്ചിരുത്തി പറയുന്നു, വെർബലി പറയുന്നു. വീണ്ടും 30 ദിവസം സമയം കൊടുക്കുന്നു. 30ൻ്റെ അന്ന് വീണ്ടും ഇവൻ അതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഇംപ്രൂവ് ചെയ്യുന്നില്ല എങ്കിൽ റിട്ടൺ വാണിംഗ്. ആൻഡ് നെക്സ്റ്റ് 30 days ഔട്ട്. Verbal warning, written warning, and show them the way, show them the door, out. 3 strikeout rule. Verbal, written, out. ഒരു കോംപ്രമൈസും ഇല്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ റിലേറ്റീവ്സിനെ കമ്പനിയിൽ എടുക്കരുത്. ഇതവിടെ നടക്കുമോ? സോ പ്ലീസ് ഡോണ്ട് മേക്ക് യുവർ ബിസിനസ് പേഴ്സണൽ. പ്രത്യേകിച്ച് ഈ പീപ്പിൾ മാനേജ്മെൻ്റ് ആണ് ബിസിനസ്. അതുകൊണ്ട് വി കനോട്ട് മാനേജ് പീപ്പിൾ, വി കനോട്ട് മാനേജ് എക്സ്പെക്ടേഷൻ, വി ക്യാൻ മാനേജ് ഓൺലി എഗ്രിമെൻറ്റ്.